വെൽക്കം ടു ലേൺ PSC വിത്ത് മീ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ട്സുമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടിക ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ വരുന്നത് ഓപ്ഷൻ സി. കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കുമായി നൽകിയിട്ടുള്ള അധികാര വിഭജനം പരാമർശിക്കുന്നു. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ 8 പട്ടികകളാണ് ഉണ്ടായിരുന്നത്. നിലവിൽ 12 പട്ടികകളാണുള്ളത്. ലിസ്റ്റുകളെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ പട്ടികയാണ് 7ാമത്തെ പട്ടിക. ഗവൺമെന്റിന്റെ അധികാരങ്ങളെ 3 ലിസ്റ്റുകളിലായി വിഭജിച്ചിരിക്കുന്നു: യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളടങ്ങുന്ന ലിസ്റ്റുകളാണ് യൂണിയൻ ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റിലുള്ള വിഷയങ്ങളിൽ നിയമങ്ങൾ നിർമ്മിക്കുന്നത് കേന്ദ്ര സർക്കാരായിരിക്കും. യൂണിയൻ ലിസ്റ്റ് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നുമാണ്. യൂണിയൻ ലിസ്റ്റിലുള്ള പ്രധാനപ്പെട്ട കുറച്ച് വിഷയങ്ങൾ നോക്കാം. പ്രതിരോധം, ആറ്റോമിക എനർജി, പൗരത്വം, ഇൻഷുറൻസ്, ബാങ്കിംഗ്, ലോട്ടറി, സെൻസസ്, റെയിൽവേ, വിദേശകാര്യം, യുദ്ധവും സമാധാനവും, ആണവോർജം, കറൻസി. സംസ്ഥാനങ്ങൾക്ക് പ്രാദേശിക പ്രാധാന്യമർഹിക്കുന്ന വിഷയങ്ങളടങ്ങുന്ന ലിസ്റ്റുകളാണ് സ്റ്റേറ്റ് ലിസ്റ്റ്. സ്റ്റേറ്റ് ലിസ്റ്റിൽ അടങ്ങിയിരിക്കുന്ന വിഷയങ്ങളിൽ നിയമങ്ങൾ നിർമ്മിക്കുന്നത് സംസ്ഥാന സർക്കാരായിരിക്കും. ഈ സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നുമാണ്. യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കടമെടുത്തിരിക്കുന്നത് ഏതിൽ നിന്നാണ്? കാനഡയിൽ നിന്നാണ്. പ്രധാനപ്പെട്ട സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ നോക്കാം. ക്രമസമാധാന പരിപാലനം, പോലീസ്, പൊതുജനാരോഗ്യം, മദ്യം, മത്സ്യബന്ധനം, തദ്ദേശ സ്വയംഭരണം, കൃഷി, മൃഗസംരക്ഷണം എന്നിവ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. നെക്സ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. പൊതു ലിസ്റ്റ് എന്നറിയപ്പെടുന്നതാണ് കൺകറന്റ് ലിസ്റ്റ്. ഓസ്ട്രേലിയയിൽ നിന്നാണ് കൺകറന്റ് ലിസ്റ്റ് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്. ഓസ്ട്രേലിയയിൽ നിന്നും ഇന്ത്യ കടമെടുത്ത പ്രധാനപ്പെട്ട മറ്റൊരു ആശയമാണ് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം. കൺകറന്റ് ലിസ്റ്റ് നോക്കാം. കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും പൊതു പ്രാധാന്യമർഹിക്കുന്ന വിഷയങ്ങളടങ്ങുന്ന ലിസ്റ്റുകളാണ് കൺകറന്റ് ലിസ്റ്റ്. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളിൽ നിയമങ്ങൾ നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും അധികാരമുണ്ട്. എന്നാൽ കേന്ദ്ര നിയമവും സംസ്ഥാന നിയമവും യോജിക്കാതെ വരുമ്പോൾ പ്രാബല്യത്തിൽ വരുന്നത് കേന്ദ്ര നിയമമായിരിക്കും. പ്രാധാന്യം എപ്പോഴും കേന്ദ്രത്തിനായിരിക്കും. പ്രധാനപ്പെട്ട കൺകറന്റ് ലിസ്റ്റിലെ വിഷയങ്ങൾ നോക്കാം. വനം, വിദ്യാഭ്യാസം, വന്യജീവി സംരക്ഷണം, അളവുകളും അളവ് തൂക്കങ്ങളും, കോടതികളുടെ ഭരണം, വിവാഹം, വിവാഹമോചനം, കുടുംബാസൂത്രണം, സാമ്പത്തികാസൂത്രണം. 2 ആസൂത്രണങ്ങളും വരുന്നുണ്ട്. അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ, വൈദ്യുതി, തൊഴിൽ സംഘടനകൾ എന്നിവയൊക്കെ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നവയാണ്? കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ തെണ്ടുൽക്കറിന് ലഭ്യമായ അംഗീകാരങ്ങളിൽ ചിലതാണ് താഴെ നൽകിയിരിക്കുന്നത്. ശരിയായവ തെരഞ്ഞെടുക്കുക. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, കായിക ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന അംഗീകാരമായ ലോറസ് പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇന്ത്യൻ വ്യോമസേനയുടെ ഓണററി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവി ലഭിച്ച ആദ്യ വ്യക്തി. മൂന്നാമത്തെ പ്രസ്താവന, രാജ്യസഭയിലേക്ക് ആർട്ടിക്കിൾ 80 പ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മുഴുവൻ സമയ കായിക താരം. നാലാമത്തെ പ്രസ്താവന, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാഷണൽ ഐക്കൺ ആയി തെരഞ്ഞെടുത്ത ക്രിക്കറ്റ് താരം. ആൻസർ നോക്കാം. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, എല്ലാം ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ചില പ്രശസ്ത കലാരൂപങ്ങളും അവയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയവരുടെ പേരുകളുമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായ ജോഡികൾ കണ്ടെത്തുക. ആൻസർ നോക്കാം. ഓപ്ഷൻ എ, കേരള നടനം ഗുരു ഗോപിനാഥ്, യക്ഷഗാനം പാർത്തി സുബ്ബ, ചവിട്ട് നാടകം ചിന്നത്തമ്പി പിള്ള, കൂടിയാട്ടം ഗുരുമണി മാധവ ചാക്യാർ. നമുക്ക് കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ് കൂടി നോക്കാം. കേരള നടനത്തിന്റെ ഉപജ്ഞാതാവാണ് ഗുരു ഗോപിനാഥ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ചമ്പക്കുളം ഗോപിനാഥ പിള്ള. എന്താണ്? ചമ്പക്കുളം ഗോപിനാഥ പിള്ള. കഥകളിയിൽ നിന്ന് രൂപം കൊണ്ട കലാരൂപമാണ് കേരള നടനം.
അതുകൊണ്ട് തന്നെ കേരള നടനം തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് കഥകളി നടനമെന്നാണ്. ഹൈന്ദവ പുരാണ ഇതിഹാസങ്ങൾക്ക് പുറമെ ക്രിസ്തീയവും ഇസ്ലാമികവുമായ വിഷയങ്ങളും വഴങ്ങുന്ന കേരളീയ നൃത്തരൂപമാണ് കേരള നടനം. ചെന്നൈയിൽ നടന നികേതൻ സ്ഥാപിച്ചത് ഗുരു ഗോപിനാഥാണ്. കേരള നടനത്തിന്റെ വളർച്ചയ്ക്ക് സഹായകമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച അമേരിക്കൻ നർത്തകിയാണ് ഇസ്തർ ഷെർമൻ. അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് രാഗിണി ദേവി. നെക്സ്റ്റ് നമുക്ക് യക്ഷഗാനം നോക്കാം. യക്ഷഗാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? പാർത്തി സുബ്ബ. യക്ഷഗാനം ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ളത് കാസർഗോഡ് ജില്ലയിലാണ്. ബയലാട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നു. അതുപോലെ തന്നെ സംസാരിക്കുന്ന കഥകളി എന്നും അറിയപ്പെടുന്നത് യക്ഷഗാനമാണ്. യക്ഷഗാനത്തെ പ്രചാരത്തിൽ കൊണ്ടുവന്ന കവിയാണ് ശിവരാമ കാരന്ത്. കർണാടക സംസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട കലാരൂപമാണ് യക്ഷഗാനം. നെക്സ്റ്റ് ചവിട്ടുനാടകം. ചവിട്ടുനാടകത്തിന്റെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്നത് ചിന്നത്തമ്പി അണ്ണാവി. ചവിട്ടുനാടകത്തിലെ കളിയാശാൻ എന്നറിയപ്പെടുന്നതും അണ്ണാവി തന്നെയാണ്. കേരളത്തിലെ ലത്തീൻ കത്തോലിക്ക ക്രൈസ്തവ വിഭാഗത്തിനിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന കലാരൂപമാണ് ചവിട്ടുനാടകം. തമിഴ് കലർന്ന ഭാഷ ഉപയോഗിക്കുന്ന കേരളീയ കലാരൂപമാണ്. ആദ്യത്തെ ചവിട്ടുനാടകം എന്ന് കരുതപ്പെടുന്നത് കാറൽമാൻ ചരിതം. കാറൽമാൻ ചരിതം രചിച്ചത് വറീച്ചൻ അണ്ണാവിയാണ്. പോർച്ചുഗീസുകാർ കേരളത്തിന് നൽകിയ ഏറ്റവും മഹത്തായ സാംസ്കാരിക സംഭാവനയാണ് ചവിട്ടുനാടകം. അതുകൊണ്ട് തന്നെ ചവിട്ടുനാടകത്തെ പറങ്കി നാടകമെന്നും അറിയപ്പെടുന്നു. കൂടിയാട്ടത്തിന്റെ ഉപജ്ഞാതാവാണ് ഗുരുമണി മാധവ ചാക്യാർ. അദ്ദേഹത്തിന്റെ ജീവചരിത്രം അറിയപ്പെടുന്നതാണ് മാണി മാധവീയം. കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട വാദ്യോപകരണമാണ് മിഴാവ്. അതെപ്പോഴും ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ തോരണ യുദ്ധം എന്നറിയപ്പെടുന്ന കലാരൂപം കൂടിയാട്ടമാണ്. കഥകളിക്ക് കണ്ണുകൾ നൽകിയ കലാകാരൻ എന്നറിയപ്പെടുന്നതും ഗുരുമണി മാധവ ചാക്യാറാണ്. കൂടിയാട്ടം പൂർണ്ണരൂപത്തിലായിട്ട് അവതരിപ്പിക്കാനായിട്ട് വേണ്ടത് 41 ദിവസമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലിഗ്നോസാറ്റുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ലോകത്തിലെ ആദ്യത്തെ തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹമാണിത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടാത്തത് ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ഇന്ത്യക്കകത്തുള്ള മറ്റ് രാജ്യത്തിന്റെ എംബസികൾ, ഹൈക്കമ്മീഷനുകൾ. അപ്പോൾ നമുക്ക് ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണെന്ന് നോക്കാം. വ്യോമാതിർത്തി, ജലാതിർത്തി, മറ്റൊരു രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യത്തിന്റെ എംബസികൾ, കസ്റ്റംസ് നിയന്ത്രണത്തിന് കീഴിലുള്ള ഓഫ്ഷോർ സംരംഭങ്ങൾ നടത്തുന്ന ഫ്രീ സോണുകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോക നഗര ദിനത്തിൽ യുനെസ്കോ 2023 പുറത്തിറക്കിയ 55 ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യ നഗരം. ആൻസർ നോക്കാം. ഓപ്ഷൻ ഡി, കോഴിക്കോടാണ് ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിനിങ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ വരുന്നത് ഓപ്ഷൻ എ, സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞം. കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നോക്കാം. കേരളത്തിൽ കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 1998 മെയ് 17-നാണ്. കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് മലപ്പുറം കോട്ടക്കുന്ന്. ഉദ്ഘാടനം ചെയ്തത് AB വാജ്പേയി ആണ്. കുടുംബശ്രീയുടെ ആപ്തവാക്യം സ്ത്രീകളിലൂടെ കുടുംബങ്ങളിലേക്ക്, കുടുംബങ്ങളിലൂടെ സമൂഹങ്ങളിലേക്ക്. 9ാം പഞ്ചവത്സര കാലത്താണ് കുടുംബശ്രീ നിലവിൽ വന്നത്. കുടുംബശ്രീ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഇന്ത്യൻ പ്രസിഡന്റ് KR നാരായണനായിരുന്നു. അതുപോലെ തന്നെ കുടുംബശ്രീ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ കേരള മുഖ്യമന്ത്രി EK നയനാറാണ്. സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട ഏഷ്യയിലെ ഏറ്റവും വലിയ വനിതാ കൂട്ടായ്മയാണ് കുടുംബശ്രീ. കുടുംബശ്രീയുടെ പ്രധാന ലക്ഷ്യങ്ങൾ സ്ത്രീ ശാക്തീകരണം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, മിതവ്യയ സമ്പാദ്യ വായ്പാ പദ്ധതി,
സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് സഹായവും പ്രോത്സാഹനം നൽകുക എന്നിവയ്ക്കാണ് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. കുടുംബശ്രീക്ക് 3 തലങ്ങളാണുള്ളത്. ഏറ്റവും താഴ്ന്ന തലമാണ് അയൽക്കൂട്ടം, മധ്യതലമാണ് ADS ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി, ഏറ്റവും ഉയർന്ന തലമാണ് CDS കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റി. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ലൈംഗികാതിക്രമങ്ങൾ തടയുന്നതിനും സ്ത്രീ സൗഹൃദ ഇടങ്ങൾ സൃഷ്ടിക്കുന്നതിനുമായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് നിർഭയ. അതുപോലെ തന്നെ മറ്റൊരു പദ്ധതിയാണ് പ്രമേഹം, രക്തസമ്മർദ്ദം എന്നിവ സ്വന്തമായി വീട്ടിൽ പരിശോധിക്കുന്നതിന് കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് സ്വാന്തനം. ദരിദ്രരും നിരാലംബരുമായവരെ സഹായിക്കുന്നതിനു വേണ്ടിയിട്ട് കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് ആശ്രയ. അതുപോലെ തന്നെ ഭിന്നലിംഗക്കാരുടെ ആദ്യത്തെ കുടുംബശ്രീ യൂണിറ്റാണ് മനസ്വിനി. കുടുംബശ്രീ പദ്ധതിയുമായി സഹായിക്കുന്ന ദേശീയ ബാങ്കാണ് നബാർഡ്. നോക്കാം, ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ഉചിതമായ ആശയങ്ങൾ തിരിച്ചറിയുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 2ഉം 3ഉം ശരിയാണ്. താൽക്കാലികവും സമയബന്ധിതവുമായി പൂർത്തിയാക്കേണ്ട തൊഴിലുകളാണവ. ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ സാധിക്കുന്നു. ഇതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സിന്ധു നദിയുടെ പോഷക നദികളിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ഇന്ത്യൻ നദികളെ പ്രധാനമായും 2ആയി തരംതിരിച്ചിരിക്കുന്നു: ഹിമാലയൻ നദികളെന്നും ഉപദ്വീപീയൻ നദികളെന്നും. അതിൽ ഹിമാലയൻ നദികളാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. പാകിസ്ഥാന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് സിന്ധു. ഇന്ത്യക്ക് ആ പേര് ലഭിക്കാൻ കാരണമായ നദിയാണ് സിന്ധു. ഹിമാലയൻ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി, അതുപോലെ തന്നെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി. സിന്ധു ഒഴുകുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ് ഇന്ത്യ, പാകിസ്ഥാൻ. ലഡാക്കിലെ ലേ പട്ടണത്തെ ചുറ്റി ഒഴുകുന്നു. ജമ്മു കാശ്മീരിലെ ചില്ലാർ എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് പാകിസ്ഥാനിലേക്ക് സിന്ധു കടക്കുന്നത്. സിന്ധു നദീ സമതലത്തിലേക്ക് പ്രവേശിക്കുന്ന പാകിസ്ഥാനിലെ സ്ഥലം അറ്റോക്ക്. സിന്ധു നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് സത്ലജ്, രവി, ബിയാസ്, ചലം. അതിൽ സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചിനാബ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന സിന്ധുവിന്റെ പോഷക നദി ചോദിക്കുകയാണെങ്കിൽ സത്ലജ് ആണ്. സിന്ധുവിന്റെ ഏറ്റവും ചെറിയ പോഷക നദിയാണ് ബിയാസ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ പോഷക നദിയാണ് ബിയാസ്. ഇതില് ഉറി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദിയാണ് ചലം. ചിനാബിന്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ ബഗ്ലിഹാർ, ദുൽഹസ്തി എന്നീ പ്രധാനപ്പെട്ട ഡാമുകൾ സ്ഥിതി ചെയ്യുന്നത് ചിനാബിലാണ്. ചിനാബ് നദിയിലെ പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികളാണ് ബഗ്ലിഹാർ, സലാല്, ദുൽഹസ്തി. ലാഹോറിന്റെ നദി എന്നറിയപ്പെടുന്നത് രവിയാണ്. അതുപോലെ തന്നെ ബിയാസിന്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ പോഷക നദിയാണ്. വിപാസ എന്നാണ് പഴയ കാലത്ത് അറിയപ്പെട്ടിരുന്നത്. കുളു, മണാലി തുടങ്ങിയ താഴ്വരകളുടെ ഒഴുകുന്ന നദിയാണ് ബിയാസ്. ബിയാസ് നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട അണക്കെട്ടാണ് പോങ്. സത്ലജിനെ പറ്റി നോക്കുകയാണെങ്കിൽ സത്ലജ് നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട അണക്കെട്ടാണ് ബക്രാനങ്കല്. ബക്രാനങ്കൽ അണക്കെട്ടിലെ ജലസംഭരണി അറിയപ്പെടുന്നതാണ് ഗോവിന്ദ് സാഗർ. സത്ലജിന്റെ പതനസ്ഥാനം ചിനാബ് നദിയാണ്. പിന്നീട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് സിന്ധു നദീജല കരാറ്. സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങളാണ് ഇന്ത്യ, പാകിസ്ഥാൻ. ഒപ്പുവെച്ച വർഷം 1960 സെപ്റ്റംബർ 19. മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് മുഹമ്മദ് ആയൂബ് ഖാനുമാണ് നദീജല കരാറിൽ ഒപ്പുവെച്ചത്. സിന്ധു നദീജല കരാറിന് മധ്യസ്ഥത വഹിച്ചത് ലോകബാങ്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ കാർഷിക കാലങ്ങളിലെ റാബിയുടെ ശരിയായ വിളയിറക്കൽ കാലം ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി നവംബർ മധ്യം. പ്രധാനപ്പെട്ട ഇന്ത്യയിലെ 3 കാർഷിക കാലങ്ങളാണ് ഖാരിഫ്, റാബി, സെയ്ദ്. അതിൽ റാബി നവംബർ മുതൽ മാർച്ച് വരെയാണ്. സെയ്ദ് മാർച്ച് മുതൽ ജൂൺ വരെയാണ്. ഖാരിഫ് ജൂൺ മുതൽ നവംബർ വരെ കാണപ്പെടുന്നു. പ്രധാനപ്പെട്ട റാബി വിളകളാണ് ഗോതമ്പ്, പുകയില, കടുക്, പയർവർഗ്ഗങ്ങൾ.
പഠിക്കാനുള്ള ഒരു കോഡാണ് ഗോപ ബാലിക പുകവലിക്കുന്നു. അതിൽ ഗോതമ്പ്, പയറ് വർഗ്ഗങ്ങൾ, അപ്പൊ അതിൽ ഗോപ വന്നു. ബാലിക അതിൽ ബാർലി, കടുക്, കടുക്. പുകവലിക്കുന്നു അതിൽ പുകയില. സെയ്ത് കാലത്ത് വരുന്നതാണ് പച്ചക്കറികളും പഴങ്ങളും. അത് മാർച്ചിലാണല്ലോ, വേനൽക്കാലത്താണല്ലോ. അപ്പൊ പഴങ്ങളും പച്ചക്കറികളും. ഖാരിഫ് വിളയ്ക്ക് ഉദാഹരണമാണ് നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, ചണം, കരിമ്പ്, നിലക്കടല എന്നിവയൊക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, മുംബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക്